അന്യൻ സിനിമ കണ്ട എല്ലാവരും അന്ന് ത്രില്ലിങ്ങോടെ കണ്ട ഭാഗമായിരിക്കും ഗരുഡപുരാണത്തിലെ ഓരോ നരകത്തിലെ ശിക്ഷ പോലെ അന്യൻ ആൾക്കാരെ കൊല്ലുന്നത്. എന്നാൽ അതിൽ 3-4 ശിക്ഷകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കൂടാതെ അവസാന ശിക്ഷാരീതി ഏത് എന്ന് പറയുന്നതുമില്ല. ഗരുഡപുരാണത്തിൽ ഏകദേശം 28 തരം നരകങ്ങളെക്കുറിച്ചും അവിടെയുള്ള ശിക്ഷകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അന്യൻ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വന്നാൽ ചിലപ്പോൾ ഇനി പറയുന്ന ഏതെങ്കിലും ഒരു ശിക്ഷാരീതിയോ നരകമോ കാണപ്പെട്ടേക്കാം. അന്ധകൂപം, വളരെ ഇരുട്ട് നിറഞ്ഞ ആഴമുള്ള കിണറുകൾ, പേടിപ്പിക്കുന്ന മൃഗരൂപങ്ങൾ. അവ ആത്മാവിനെ ചിത്രവധം ചെയ്യുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ, ജീവന് വില കൽപ്പിക്കാത്തവർ, കൊലപാതകങ്ങൾ ചെയ്യുന്നവരും ഇവിടെ ശിക്ഷിക്കപ്പെടുന്നു. കുംഭീഭാഗം, സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ചതിവും കളവും നടത്തുന്നവരെയും മൃഗങ്ങളെ ദ്രോഹിക്കുന്നവരെയും ഇവിടെയാണ് ശിക്ഷിക്കുക. വലിയ ഇരുമ്പ് പാത്രങ്ങൾ എണ്ണ ചൂടാക്കി അതിൽ ആത്മാവിനെ ഇടുന്നു. ചൂടുകൊണ്ട് നരകിക്കുന്ന ഒരു തരം അവസ്ഥ. കൃമിഭോജനം, സ്വാർത്ഥ ജീവിതം നയിച്ചവരെ ചളിയും ഈർപ്പവും പുഴുക്കളും നിറഞ്ഞ ഒരു പ്രദേശത്ത് കൊണ്ടിടുന്നു. അവിടെ രക്തമൂറ്റുന്ന പുഴുക്കൾ ആത്മാവിനെ ദ്രോഹിക്കുന്നു. അവീചി, വളരെ ഗുരുതര പാപങ്ങൾ ചെയ്തവരെ അറ്റമില്ലാത്ത ഒരു താഴ്വരയിലേക്കെറിയും. അവിടെ വീഴ്ചയും വീണ്ടും ഉയർച്ചയും ആവർത്തിക്കുന്നതാണ് ഈ ശിക്ഷാരീതി. പ്രാണരോധ, തങ്ങളുടെ അനാസ്ഥയോ പ്രവൃത്തിയോ മൂലം മറ്റൊരാൾക്ക് ജീവഹിംസ വരുത്തുന്നവരെ ഇങ്ങനെയുള്ള ശിക്ഷയാണ് നൽകുക. ഇടുങ്ങിയ ഗുഹകളിൽ ശ്വാസം മുട്ടിക്കുന്ന ഭീകരാവസ്ഥയായിരിക്കും അവരുടെ ശിക്ഷ. അന്യൻ സിനിമയുടെ അവസാന ഭാഗത്തിൽ ട്രെയിനിൽ നിന്നും എറിഞ്ഞു കൊല്ലപ്പെടുന്നയാളുടെ ശിക്ഷാരീതി അവീചയുമായോ പ്രാണരോധയുമായോ ബന്ധപ്പെട്ടതായിരിക്കാം. കാരണം അയാളുടെ അനാസ്ഥ മൂലമാണ് അംബിയുടെ സഹോദരി മരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രാണരോധയുമായി ബന്ധപ്പെട്ടതാകാം. എന്നാൽ താഴേക്ക് എറിഞ്ഞു കൊല്ലുന്നതിനാൽ അത് അവീചി ശിക്ഷാരീതിയുമായി ബന്ധപ്പെട്ടതുമാകാം. ഇനി മറ്റ് നരകലോകങ്ങളും അവിടെയുള്ള പാപശിക്ഷകളും നോക്കാം. താമിശ്ര, മറ്റുള്ളവരുടെ സമ്പത്ത് ചതിച്ച് കൈവശപ്പെടുത്തിയവർക്കാണ് ഇവിടെ ശിക്ഷ. പൂർണ്ണമായി ഇരുട്ട് നിറഞ്ഞ് ദിശയറിയാത്ത ഒരു പ്രദേശം. ആത്മാവ് ഇവിടെ ബന്ധനത്തിൽ വലയുന്നു. ഓരോ ചുവടിലും ആത്മാവിന് ആശയക്കുഴപ്പമുണ്ടാകുന്നു. അന്ധതാമിശ്ര, ഭാര്യയെയും കുടുംബത്തെയും വഞ്ചിച്ചവർക്കാണ് ഇവിടെ ശിക്ഷ നൽകുക. കട്ടിയുള്ള ഇരുട്ടിൽ കാഴ്ചയില്ലാത്ത അവസ്ഥ. ആത്മാവ് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ദിശയറിയാതെ അലയുന്നു. രൗരവ, ജീവജാലങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നവർക്കാണ് ഇവിടെ ശിക്ഷ. ചുവന്ന ആകാശവും ചൂടുള്ള ഭൂമിയും. വരണ്ട പ്രദേശത്തിൽ ഭീകരരൂപത്തിലുള്ള ജീവികൾ ഇവരെ പിന്തുടരുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. മഹാരൗരവ, അത്യന്തം ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്നവരെ തീയും പുകയും നിറഞ്ഞ വിശാല ഭൂമിയിലേക്കിടും. നിരന്തര ഭയവും വേദനയുമായിരിക്കും ഇവർക്കുള്ള ശിക്ഷ. അസിപത്രവനം, ധർമ്മം ഉപേക്ഷിച്ച് ദുഷ്കർമ്മം ചെയ്യുന്നവരെ വാളുപോലെ മൂർച്ചയുള്ള ഇലകളുള്ള ഒരു കാട്ടിൽ വിടും. ആ കാട്ടിലൂടെ ഓടേണ്ടി വരുന്ന അവസ്ഥ. മൂർച്ചയുള്ള വാളുപോലെയുള്ള ഇലകൾ അവരെ വേദനിപ്പിക്കും. ശൂകരമുഖ, അന്യായമായി ആളുകളെ ശിക്ഷിച്ചവർ ഈ നരകത്തിലെത്തപ്പെടും. ഇടുങ്ങിയ കൽപ്പാതകൾ നിറഞ്ഞ ഈ നരകത്തിൽ മുന്നോട്ടു പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. സന്തംസ, കള്ളത്തരം കാണിക്കുന്നവരെ ഈ നരകത്തിലാണ് എത്തിക്കുക. ഇരുമ്പുപകരണങ്ങൾ നിറഞ്ഞ സ്ഥലം. ലോഹബന്ധനങ്ങളിൽപ്പെട്ട് വേദനിക്കുന്നതാണ് ശിക്ഷ. തപ്തസൂർമി, അനാചാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരെ ഇവിടെയാണ് എത്തിക്കുക. ചൂടേറിയ ലോഹപ്രദേശമാണിത്. നീറിപ്പുകയുക എന്നതാണ് അവർക്കുള്ള ശിക്ഷ. കാലസൂത്ര, മാതാപിതാക്കളെ അപമാനിക്കുന്നവർ ഇവിടെയാണ് എത്തപ്പെടുക. ചൂട് പുറപ്പെടുന്ന കറുത്ത മണ്ണിൽ ഏറെ നേരം നിൽക്കേണ്ടി വരും. ചൂട് കൊണ്ട് പുകയുക എന്നതാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. വജ്രകണ്ഠശാൽമി, അധാർമിക പ്രവർത്തികൾ ചെയ്യുന്നവരെ മുള്ളുകൾ നിറഞ്ഞ വലിയ മരങ്ങളുള്ള ഒരു ലോകത്തേക്ക് എത്തിക്കും. മുള്ളുകൾക്കിടയിൽ കുടുങ്ങി വേദന അനുഭവിക്കുക എന്നതാണ് ഇവിടുത്തെ ശിക്ഷ. വൈതരണി, ധർമ്മമില്ലാതെ ജീവിച്ചവർക്കാണ് ഇവിടെ ശിക്ഷ. കറുത്ത വളരെ മന്ദഗതിയിൽ ഒഴുകുന്ന നദിയാണ് വൈതരണി. ആത്മാവ് ഈ നദി കടക്കണം. ഓരോ ചുവടും ഭയം നിറഞ്ഞ യാത്രയായിരിക്കും ഇത്. ഉയോധ, അശുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ ദുർഗന്ധമുള്ള ചളിത്തടാകങ്ങളിലിടുന്നു. ചളിയിൽ മുങ്ങി മുന്നോട്ട് നീങ്ങണമെന്നതാണ് ശിക്ഷ. വിശസന, അന്യായമായി മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷയാണിത്. കല്ലും കാറ്റും നിറഞ്ഞ മരുഭൂമിയിൽ അവരെ തള്ളും. ശക്തമായ കാറ്റിൽ മുന്നോട്ട് നീങ്ങണം. അതാണിവിടുത്തെ ശിക്ഷ. ലാലാഭക്ഷ, ദുഷ്ടസ്വഭാവം കാണിക്കുന്നവരെ ഒട്ടിപ്പിടിക്കുന്ന മണ്ണിലിടുന്നു. നിലത്ത് കുടുങ്ങിയ നിലയിൽ അവർ ബന്ധനത്തിലാകുന്നു. സാരമേയാതന, കള്ളരെയും അക്രമികളെയും ഈ നരകത്തിലാണിടുക. ശൂന്യമായ നഗരാവശിഷ്ടങ്ങളുള്ള ഒരു പ്രദേശത്തിൽ ഭീകരജീവികൾ അവരെ പിന്തുടരുന്നു. അയപാനം, ധാർമ്മിക നിയമലംഘനം നടത്തുന്നവരെ ചൂടേറിയ ഒരു ലോഹനദിയിലേക്കിടുന്നു.
തീ പോലെ ചൂടുള്ള ദ്രവം സമീപിക്കേണ്ട അവസ്ഥയാണ് ഇവർക്കുണ്ടാകുന്നത്. ക്ഷാരകർദ്ദമ, അഹങ്കാരം കാണിക്കുന്നവരെ ഉപ്പും ചെളിയും കലർന്ന ഭൂമിയിലേക്കിടും. കാലുകൾ മുങ്ങി അതിൽ നിൽക്കണം, അതാണ് ശിക്ഷ. രക്ഷോഗണ ഭോജന, ക്രൂരത ചെയ്യുന്നവരെ നിഴലുകൾ നിറഞ്ഞ ഭൂമിയിലേക്ക് അയക്കും. ഭീകരരൂപങ്ങൾ അവരെ ചുറ്റിവളഞ്ഞ് ഭീതിപ്പെടുത്തും. ശൂലപ്രോത, മറ്റുള്ളവരെ വേദനിപ്പിച്ചവർക്ക് ഇവിടെയാണ് ശിക്ഷ. മൂർച്ചയുള്ള കല്ലുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് ഇവരെ ഇടും. സൂക്ഷ്മമായി ചലിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കല്ലുകളുടെ മൂർച്ച അറിയേണ്ടി വരും. ദണ്ഡശൂക, വിഷത്തിലൂടെയും വഞ്ചനയിലൂടെയും ആളുകളെ ദ്രോഹിക്കുന്നവർക്ക് നൽകുന്ന ശിക്ഷ. പിളർന്ന പാറകൾക്കിടയിലൂടെ അപകടകരമായ വഴിയിലൂടെ ഇവർ സഞ്ചരിക്കേണ്ടി വരും. അവിടെ നിരോധന, ആളുകളെ തടവിലാക്കി പീഡിപ്പിക്കുന്നവരെ അടഞ്ഞ ഗുഹകളിലേക്കിടും. ഈ അടഞ്ഞ ഗുഹകൾ കുടുങ്ങി ഇരുട്ടനുഭവിക്കുക എന്നതാണ് ശിക്ഷ. പര്യാവർത്തന, അതിഥികളെ അപമാനിക്കുന്നവരെ ദുരന്ത രീതിയിലുള്ള പാതകളിലേക്കിടുന്നു. വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ എത്തിക്കുന്നതാണ് ഇതിലെ ശിക്ഷാരീതി. രക്ഷപ്പെടുവാൻ നോക്കിയാലും വഴിപിണക്കി പോലെ ഇത് പ്രവർത്തിക്കും. സൂചിമുഖ, അമിത ലാഭലോഭം കാണിക്കുന്നവരെ ഇവിടെയാണ് ശിക്ഷിക്കാറ്. സൂചി പോലെ മൂർച്ചയുള്ള പാറ, സൂക്ഷ്മമായ ചുവടുകൾ മുന്നോട്ട് വച്ചില്ലെങ്കിൽ നരകയാതന ഫലം. ഞാനിവിടെ പറഞ്ഞ നരകങ്ങൾ ഗരുഡപുരാണത്തിലെ യഥാക്രമത്തിലല്ല, അതിനാൽ ആ ക്രമം ഞാനിവിടെ ചേർക്കുന്നു. പാപങ്ങൾ ഒരിക്കലും ന്യായീകരിക്കപ്പെടാത്തവ തന്നെയാണ്. അവയ്ക്കുള്ള നരകയാതനകളും നാം തന്നെ അനുഭവിച്ചു തീരണം.